وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ചറബിന്റെ പവിത്രമായ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൽ ധർമ്മനിഷ്ഠ പ്രതീക്ഷിച്ചുകൊണ്ട് നിരന്തരമായി നിലനിർത്തുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഹുതുബയിൽ അനുഭവ സമ്പന്നതയുള്ള മുതിർന്നവരുടെ വിഷയത്തിൽ പുതുതലമുറയും മുതിർന്നവരല്ലാത്തവരും പ്രായം കുറഞ്ഞവരുമൊക്കെ അവരെ പരിഗണിക്കേണ്ട രീതിയെ സംബന്ധിച്ചും അതിന് ഇസ്ലാം നൽകിയ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. വിശുദ്ധ ഖുർആനിലെ 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്താണ് ഇന്നത്തെ ഖുതുബയുടെ ആമുഖത്തിൽ ഓതി വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതവും മരണവും സംവിധാനിച്ചിട്ടുള്ളത് ജീവിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും അഹ്സനു അമല കർമ്മങ്ങളെ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, റുഷ്ദ് എത്തിക്കഴിഞ്ഞാൽ, ഇസ്ലാമിക ശരീഅത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള അവസ്ഥയിലേക്ക്, പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അഹ്സനു അമല എന്ന ആയത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ മുതിർന്നവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അഹ്സനാക്കി തീർക്കുവാനുള്ള അങ്ങേയറ്റത്തെ ശ്രദ്ധയും സൂക്ഷ്മതയും തീർച്ചയായും നമുക്കെല്ലാം ഉണ്ടാകണം. അല്ലാഹു അതിനു വേണ്ടി ശ്രമം നടത്തുന്ന, അതാത് സമയങ്ങളിൽ അതിന് ശ്രദ്ധ കൊടുക്കുന്ന വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന്, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയിൽ പറഞ്ഞ ഒരു വിഷയം, മുതിർന്നവരെ, പ്രായമുള്ളവരെ, വയോജനങ്ങളെ പരിഗണിക്കാത്തതും റെസ്പെക്ട് ചെയ്യാത്തവരുമാണ് എന്ന ഹദീസ് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവ സമൂഹത്തിന് നൽകിയിട്ടുള്ള പ്രത്യേക ഓഫറാണ്, നിങ്ങളുടെ ഈ പ്രായത്തിൽ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തിക്കാൻ കഴിയുന്ന അനുഗ്രഹീത സമയത്ത്
എന്നാൽ ഈ ഒരു പ്രായത്തിലൂടെ കഴിഞ്ഞുപോയി ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് എത്തിയവരുടെ വിഷയത്തെ, അവരുടെ വിഷമങ്ങളെ അതാത് സാഹചര്യങ്ങൾ അനുസരിച്ച് പരിഗണിക്കാനും അവരെ സേവിക്കുവാനും അവരെ ആദരിക്കുവാനും നിങ്ങൾ സമയം കണ്ടെത്തിയാൽ, സന്നദ്ധത കാണിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ പ്രായത്തിലെത്തുമ്പോൾ നമ്മൾ ആ പ്രായത്തിലെത്തുന്ന സമയത്ത് നമ്മെ സംരക്ഷിക്കാൻ, നമ്മെ പരിപാലിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പലരെയും ചുമതലപ്പെടുത്തുമെന്ന്. അതേപോലെ ഇജ്ലാലില്ല, അള്ളാഹുവിനെ ആദരിക്കുക, അള്ളാഹുവിന്റെ പ്രതാപത്തെ ഉൾക്കൊള്ളുക, അത് അംഗീകരിക്കുക എന്നതിന്റെ ഭാഗമാണ് ഇക്റാം ശൈബ, നരബാധിച്ച പ്രായാധിക്യമുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യൽ. ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആത്മീയതയുടെ ഭാഗമായി, അഥവാ അനുഷ്ഠാന മുറകളിൽ, ആരാധനകളിൽ പടച്ച റബ്ബ് തന്നെ പ്രായമായവരെ പ്രത്യേകം പരിഗണിച്ചതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തന്നെ പ്രായം ചെന്നവർക്ക്, അവർക്ക് ദീനീപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത് പ്രത്യേകം അവർക്ക് റുഖ്സകൾ, ഇളവുകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ എത്രത്തോളം കാരുണ്യബോധത്തോടെ നോക്കി കാണേണ്ടതുണ്ട് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, നിങ്ങൾ നമസ്കരിക്കുന്ന സമയം ജമാഅത്തായി നമസ്കരിക്കുകയാണെങ്കിൽ, ഇദാ സല്ലല്ലാ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ജമാഅത്തായി നമസ്കരിക്കുകയാണ്, ലിന്നാസി, ജനങ്ങളുമായി, ഫൽയുഖഫിഫ്, എങ്കിൽ അവർ ലഘുവാക്കിക്കൊള്ളണം. ആ നമസ്കാരം വലിയ പ്രയാസം ആകാത്ത വിധത്തിൽ നിങ്ങൾ ആക്കി തീർക്കണം. ഫഇന്ന ഫീഹിമുൽ കബീർ, കാരണം നിങ്ങളുടെ പിന്നിൽ നമസ്കരിക്കുന്നവരിൽ മുതിർന്നവരുണ്ട്, പ്രായമായവരുണ്ട്, വല്ലഈഫ്, അതേപോലെ തന്നെ ദുർബലരുണ്ട്, വൽ മരീദ്, രോഗികളുമുണ്ട്. നിങ്ങളുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന മഅ്മൂമീങ്ങളിൽ രോഗികളും ദുർബലരും അതിന്റെ കൂടെ മുതിർന്നവരും പ്രായമുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം അവരെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. പിന്നെ മാത്രവുമല്ല, നേർക്ക് നേരെ പ്രായമുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാര വിഷയത്തിലുള്ള ഇളവുകളിൽ നിങ്ങൾക്ക് നമസ്കരിക്കാം. സ്വല്ലി ഖായിമൻ, നിന്നുകൊണ്ട് നമസ്കരിക്കാം. ഫൈൻ ലം തസ്തതി, അതിന് സാധിക്കാതെ വരികയാണ് എങ്കിൽ ഖാഇദ്, ഇരുന്നുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. ഫൈൻ ലം തസ്തതി, ഇരുന്നുകൊണ്ട് നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഫഅലാ ജൻബിൻ, കിടന്നുകൊണ്ട്, പാർശ്വഭാഗങ്ങളിലായി കിടന്ന് നമസ്കരിക്കാവുന്നതാണ്. അവ ഇവിടെ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർ രോഗികളായിരിക്കാം, മുതിർന്നവരായിരിക്കാം, ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ പ്രയാസങ്ങൾ അതിനുണ്ട് എങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് പ്രദാനം ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ച് ശാരീരികമായ അവശതയില്ല, പ്രായാധിക്യത്തിന്റെ പരിഭവങ്ങളില്ല, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇളവുകൾ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ ആയത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തിടത്ത് വഅലൽ ലദീന യുതീഖൂന ഫിദിയത്തുൻ തആം മിസ്കീൻ, വഅലൽ ലദീന യുതീഖൂനഹു, നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് വിശ്വാസികൾ. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നോമ്പ് നിർബന്ധമായി നോൽക്കണം. അതിൽ നിന്ന് ഇളവ് നൽകപ്പെടുന്ന വിശകലനം നടത്തുന്നിടത്ത് വഅലൽ ലദീന യുതീഖൂന, പ്രയാസം സഹിച്ചുകൊണ്ട്, ബുദ്ധിമുട്ടോടുകൂടി നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് നോൽക്കേണ്ടി വരുന്നു എങ്കിൽ അവർ അതിനെ ബദലായിക്കൊണ്ട് അങ്ങനെ നോൽക്കേണ്ടതില്ല. ഫിദിയത്തുൻ തആം മിസ്കീൻ, അവർക്കൊരു അഗതിയുടെ ഒരു നേരത്തെ ഭക്ഷണം നൽകിയാൽ മതിയാകുന്നതാണ്. അവിടെ ഫിദിയ കൊടുക്കുക. അവിടെ അത്താഖ യുതീഖൂനഹു എന്നതിന്റെ തഫ്സീറിൽ കാണുവാൻ കഴിയും. അത് പ്രായമുള്ള വാർദ്ധക്യത്തിലെത്തിയ ആളുകളുടെ വിഷയത്തിലാണ്. അതുകൊണ്ട് റുഖ്സ അവിടെയും നൽകുകയാണ്, പരിഗണിക്കുകയാണ് ദീൻ, പടച്ച റബ്ബ്. ഹജ്ജിലും നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഒരു സഹോദരി, ഒരു സഹാബ വനിത പ്രവാചകനോട് പറയാം, പ്രവാചകരെ, അബി ശൈഖൻ കബീറൻ, എന്റെ പിതാവ് പ്രായാധിക്യമുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ശൈഖാൻ,
വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്, വൃദ്ധനാണ്, ഹജ്ജ് നിർവഹിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, നിനക്ക് ഹജ്ജ് നിർവഹിക്കാവുന്നതാണ് എന്ന്. പ്രായാധിക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അനുഷ്ഠാന മുറകളിലെ ഇളവുകൾ പരമകാരുണികനായ പടച്ചറപ്പ് നൽകിയതാണ്. ദീനിന്റെ വിഷയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് യുസ്ർ, എളുപ്പമാണ് നൽകുന്നത്. പ്രയാസം ഉണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം. ഇതോടെ ഹജ്ജിന്റെ വിഷയം അതിനോട് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രായാധിക്യത്തിൽ എത്തുമ്പോൾ ആ എത്തുന്നവർക്ക് വേണ്ടി രക്തബന്ധങ്ങളിൽപ്പെട്ടവർക്ക് ഹജ്ജ് നിർവഹിക്കാമെങ്കിൽ നമ്മിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു സംഗതിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രായാധിക്യത്തിലേക്ക് എത്തിയവര് മഹ്റം പോലുമില്ലാതെ ഹജ്ജിന് വേണ്ടി അയക്കുന്നു. കാരണം മക്കൾ പറയാണ്, മാതാപിതാക്കളുടെ സ്നേഹം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അവർ നിർവഹിക്കേണ്ട സാമ്പത്തികമായി ചെലവുള്ള ആ ബാധ്യത ഞാൻ ഏറ്റെടുത്തു. എന്റെ ഉമ്മക്ക് വേണ്ടി, ഉപ്പക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് പറയാം. എന്നിട്ട് മഹ്റമില്ലാതെ ഉമ്മമാരെ മക്കയിലേക്ക് അയച്ച്, നമുക്കറിയാം ഹജ്ജുമായി ബന്ധപ്പെട്ട് അതിന് ശേഷമുള്ള പല ചടങ്ങുകളിലും പങ്കെടുക്കുമ്പോൾ മഹ്റമില്ലാതെ പ്രായം ചെന്ന ഉമ്മമാരെ അവിടെ വന്ന് അവർ സഹിച്ച അതിന് ത്യാഗം എന്ന് പറയാൻ സാധിക്കുമോ എന്നറിയില്ല. അവരുടെ കുറ്റമല്ല, അയക്കുന്ന മക്കൾ ആലോചിക്കണം. നിങ്ങൾ ഉമ്മമാരെ അയക്കുകയാണ് എങ്കിൽ അവരോട് ഇഷ്ടം കൊണ്ടാണ് രക്തബന്ധങ്ങളിൽപ്പെട്ട ആ കടമകൾ നിറവേറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ അതിന് ഒഴിവ് കണ്ടെത്തണം. അതാണ് യഥാർത്ഥ സ്നേഹം. പലപ്പോഴും നമ്മൾ പറയും, ആണുങ്ങളായാൽ പോലും ആരോഗ്യമുള്ള അവസ്ഥയിലാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്. കാരണം കായികമായ അധ്വാനം ആവശ്യമുള്ള കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നിടത്ത് പ്രായാധിക്യത്തിലുള്ള ഉമ്മയെ അയച്ച് മഹ്റം പോലുമില്ലാതെ മറ്റു പലരും സേവിച്ച ആ കർമ്മം അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് അതിനൊരു തെറ്റിദ്ധാരണയാണ്. അത് സ്നേഹത്തിന്റെ ഭാഗമല്ല. നമ്മൾ ആ കടമകളൊക്കെ നിർവഹിച്ചു എന്ന് നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയെ ബോധിപ്പിക്കാമെന്നതല്ലാതെ അവർ നമ്മോടുള്ള സ്നേഹം കൊണ്ട് അതിന്റെ പരിഭവങ്ങൾ ചിലപ്പോൾ പങ്കുവെക്കൂല. ഇതോടെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ പ്രായത്തിലുള്ള അവസ്ഥയിൽ അവർക്ക് വേണ്ടി മക്കൾക്ക് ഹജ്ജ് ചെയ്യാം. ഇനി അവരെ കൊണ്ടും ഹജ്ജ് ചെയ്യുന്നു, നമ്മളും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടെ പോവുകയും ചെയ്യാം. ഇപ്പൊ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ദീനിൽ അനുഷ്ഠാന മുറകളിൽ പ്രായം ചെന്നവർക്ക്, മുതിർന്നവർക്ക് പ്രത്യേക ഉസ്സയും ഇളവുകളും നൽകി പടച്ചറപ്പ് പരിഗണിച്ചിട്ടുണ്ട്. ഇനിയോ കഴിഞ്ഞ ഹുത്ബയിൽ പറഞ്ഞതുപോലെ തന്നെ പ്രായത്തിലുള്ള ആളുകളോട് പ്രത്യേകമായ റെസ്പെക്ട് നമ്മൾ ചെയ്യുന്നതിലൂടെ, അവരോടൊരു കാരുണ്യ കരുതൽ നടത്തുന്നതിലൂടെ നമുക്ക് പടച്ചറപ്പ് നൽകുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിക്കാനും നിലനിൽക്കുവാനുള്ള സാധ്യത നമ്മൾ ഒരുക്കുകയാണ്. കാരണം നമ്മളിലെ ദുർബലരിലൂടെയാണ് ഈ സമൂഹം നിലനിൽക്കുന്നത് എന്ന് ശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ, അല്ലാഹുവിനെ റുകൂഅ ചെയ്യുന്ന, പടച്ചറപ്പിലേക്ക് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്ന, നമസ്കരിക്കുന്ന പ്രായാധിക്യമുള്ള മുതിർന്നവരായ ആളുകൾ ഇല്ലായിരുന്നു എങ്കിൽ, അതേപോലെ തന്നെ മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ, യജമാനൻ ആരെന്നറിയാതെ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ഒട്ടകങ്ങ കൂട്ടങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ നിങ്ങൾ വന്ന് പിടികൂടുമായിരുന്നു എന്ന്. ശിക്ഷ, അതിൽ നിന്ന് ശിക്ഷ ലഭിക്കാതിരിക്കാൻ, അതിൽ നിന്ന് ഈ ഉമ്മത്ത്, ഈ സമൂഹം രക്ഷപ്പെടാനുള്ള ഒരു കാരണം പ്രായാധിക്യമുള്ള ആളുകൾ പടച്ചറപ്പിലേക്ക് ജീവിത സായാഹ്നത്തിൽ നിർവഹിക്കുന്ന ഇബാദത്തുകൾ കൊണ്ടും പ്രാർത്ഥനയെ കൊണ്ടുമാണ് എന്ന് പ്രവാചകന്റെ ഹദീസ്. ഇന്നമാ യൻസുറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കുന്നത് ആദിഹിൽ ഉമ്മത്തിനെ ബിദഅീഫിഹാ, ആ ഉമ്മത്തിലെ ദുർബലരെ കൊണ്ടാണ്, ബിദഅവതിഹിം, അവരുടെ പ്രാർത്ഥനയിലൂടെ, വസലാത്തിഹിം, അവരുടെ നമസ്കാരത്തിലൂടെ, വഇഖ്ലാസിഹിം, അവരുടെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി ആത്മാർത്ഥമായി അവർ ആത്മീയതയെ ആചരിക്കുന്നതിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിഷയങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് പ്രായം ചെന്ന ആളുകൾ പരിഗണിക്കപ്പെടേണ്ടതിന്റെ വിവിധ മാനങ്ങൾ. ഇനിയോ ഭരണരംഗത്ത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഹുത്ബയിൽ സൂചന നൽകി,
അവിടെയും പരിഗണിക്കപ്പെടേണ്ട പ്രത്യേക വിഭാഗമാണിവ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിലുള്ള പാഠം പഠിച്ച ഖുലഫാഉർ റാഷിദീങ്ങൾ, അതിൽ ഇസ്ലാമിക ലോകത്തിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ യാചിക്കുകയാണ്. ജൂതനായ മനുഷ്യനാണ്, നോൺ മുസ്ലിമാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ പ്രായത്തിന്റെ അവസ്ഥയിൽ എന്താണ് താങ്കൾ ഇങ്ങനെ ചോദിക്കുന്നത്, യാചിക്കുന്നത് എന്ന്. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഇനി എന്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ സാധ്യമല്ല, പ്രയാസത്തിലാണ്, പരിഭവങ്ങളുണ്ട്, പ്രായാധിക്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു എന്നാണ്, മാ അൻസഫ്നാക അഖദ്ന മിൻകൽ ജിസിയ ഫീ ശൈബതിക സുമ്മ ളയ്യഅനാക ഫീ കിബരിക മാ അൻസഫ്നാക. താങ്കളെ കണ്ടില്ലല്ലോ, താങ്കളുടെ പ്രയാസങ്ങൾ അറിയാതെ പോയല്ലോ, താങ്കൾ ഇങ്ങനെ യാചിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയല്ലോ, മാ അൻസഫ്നാക, താങ്കളോട് ഞങ്ങൾക്ക് നീതി കാണിക്കാൻ സാധിച്ചില്ല. അഖദ്ന മിൻകൽ ജിസിയ, താങ്കളിൽ നിന്ന് താങ്കളുടെ യൗവന പ്രായത്തിൽ അധ്വാനിക്കുന്ന സമയത്ത് ഞങ്ങൾ ജിസിയ വാങ്ങിയിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ, നോൺ മുസ്ലിമീങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിന് നൽകുന്ന ടാക്സ് ആണ് ജിസിയ എന്ന് പറയുന്നത്. ആ ജിസിയ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിക ഉമ്മത്തിൽ, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ സമ്പൂർണമായുള്ള സമാധാനവും ക്ഷേമവും നോൺ മുസ്ലിംസിന് ഉറപ്പുവരുത്തും. മറ്റൊന്നും അവർ പേടിക്കേണ്ടതില്ല, യാതൊരു അന്യായവും അനീതിയും അവർ ഏൽക്കേണ്ടി വരികയില്ല. എന്നാൽ ജിസിയ കൊടുക്കേണ്ട പ്രായം കഴിഞ്ഞ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് താങ്കൾ എത്തി. പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങൾ താങ്കളിലുണ്ട്, അതറിയാതെ ആകുന്ന വിധത്തിൽ പ്രായം നല്ല സമയത്ത് താങ്കൾ ജിസിയ നൽകി. എന്നാൽ താങ്കൾക്ക് പ്രായമായപ്പോൾ താങ്കളെ ഞങ്ങൾ വെറുതെയാക്കുകയാണോ, പ്രയാസപ്പെടുത്തുകയാണോ, ഒഴിവാക്കുകയാണോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പരിഭവം പങ്കുവച്ചു. എന്നിട്ട് അതിന് പരിഹാരവും നിർദ്ദേശിച്ചു. ജീവിക്കുന്ന കാലയളവ് മുഴുക്കെ ഈ മനുഷ്യന് ബൈത്തുൽ മാലിൽ നിന്ന് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറയാൻ. ഉമർ റളിയല്ലാഹു അൻഹു മാത്രമല്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകം ഭരിക്കുന്ന കാലം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സൈന്യാധിപൻ ഇറാഖിലേക്ക് പോകാൻ. അവിടെ ഇസ്ലാമികേതര സമൂഹമുണ്ട്, ക്രൈസ്തവരുമുണ്ട്. അവരിൽ നിന്ന് കരാറുകൾ എഴുതുകയാണ്. ആ കരാറുകൾ എഴുതുന്ന സമയത്ത് അവിടെ പ്രത്യേകം കരാറിൽ രേഖപ്പെടുത്തിയതാണ്, ഏതെങ്കിലും പ്രായം ചെന്ന ആളുകൾ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എങ്കിൽ, ആദ്യം സമ്പന്നനായിരുന്നു, എന്നാൽ ജീവിതത്തിൽ പിന്നീട് ദരിദ്രനായി പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്കെല്ലാം അവർ ജിസിയ കൊടുക്കേണ്ടതില്ല. അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടിയുള്ളതൊക്കെ ബൈത്തുൽ മാലിൽ നൽകണമെന്ന് കരാർ എഴുതുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ ഭരിക്കുന്ന കാലത്ത് ആലോചിക്കണം. ഇതാണ് വയോജന ക്ഷേമം എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ വലിയ സഹായം കൊടുക്കുന്നതിനെ കുറിച്ച്, 2000 ആക്കുന്നതിനെ കുറിച്ച്, വിധവാ പെൻഷനെ കുറിച്ച്, വയോജന പെൻഷനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ പൂർവ്വസൂരികൾ, ഖുലഫാഉർ റാഷിദീങ്ങൾ, ഖലീഫമാരുടെ ഭരണരംഗത്ത് പ്രായാധിക്യമുള്ളവരെ പ്രത്യേകം പരിഗണിച്ച രീതിയാണിത്. എന്നാൽ പലപ്പോഴും ഇസ്ലാമോഫോബിയ വളർത്തുന്നതിന് വേണ്ടി പലരും പറയാറുണ്ട് ഖലീഫ ഭരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന്. എന്നാൽ ഖലീഫ ഭരണത്തിൽ കാണുവാൻ കഴിയുന്നത് ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങളാണ്. മാത്രവുമല്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നേരിട്ട് ഇടപെടുകയാണ്. മദീനയുടെ പ്രാന്തപ്രദേശത്ത്, മദീന അതിർത്തിയോട് അടുത്ത സ്ഥലത്ത് പ്രായാധിക്യമുള്ള ഒരു വിധവ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അവർക്ക് ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സാധ്യതയില്ലാതെ വന്നു എന്ന റിപ്പോർട്ട് ലഭിച്ച് ആ റിപ്പോർട്ട് മുഖവിലക്കെടുത്ത് പിന്നീട് മരം കോച്ചുന്ന തണുപ്പിൽ പ്രഭാത സമയത്ത് തന്നെ ആ സഹോദരിക്ക് വേണ്ട ആ വൈദഗ്ധ്യത്തിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുള്ള ആ സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ആരായിരുന്നു? സിദ്ദീഖുൽ അക്ബർ. മത്സരിക്കുന്നതിന് വേണ്ടി പിന്നീട് ഇസ്ലാമിക ലോകത്തിന്റെ രണ്ടാമത്തെ ഖലീഫയായി വന്ന ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ചെല്ലുമ്പോഴേക്ക് ആ കാര്യങ്ങൾ കംപ്ലീറ്റ് നിവർത്തിച്ചിട്ടുണ്ടാകും. എല്ലാം പരിഹരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാകും. വീട് വൃത്തിയാക്കി,
വെള്ളം കോരിക്കൊടുത്ത് വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ആരാകുമെന്ന ആകാംക്ഷയിലൂടെ പ്രഭാതത്തിൽ പോകുന്ന നിഴലിന്റെ പിന്നാലെ പോയി അവസാനം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് സിദ്ദീഖുൽ അക്ബറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന സംഭാഷണം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. താങ്കൾക്കല്ലാതെ ഈ വിഷയത്തിൽ എന്നെ അതിജയിക്കാൻ സാധ്യമാകുമായിരുന്നില്ല എന്ന് പിന്നീട് വന്ന ഖലീഫ, നിലവിലുള്ള ഒരു ഖലീഫയോട് ക്ഷേമ പ്രവർത്തനത്തിൽ, അതും നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രായാധിക്യമുള്ള ഒരു വൃദ്ധയെ പരിചരിക്കുന്ന വിഷയത്തിൽ പങ്കുവച്ചത് ഓർത്തുപോവുകയാണ്. അതൊക്കെയാണ് ഇസ്ലാമിന്റെ ഇന്നലകൾ എന്ന് പറയുന്നത്. അവ ഈ ഒരു ചരിത്രം, പ്രവാചകന്റെ ഹദീസുകൾ, അതേപോലെ തന്നെ ആയത്തുകളിൽ 2 ഖുതുബകളിലായി പറയപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുന്നതിന് ഉപരിയായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഇത്തരം അനുഭവ മേഖലകളിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അറിവ്, ആ അറിവിനനുസരിച്ചുള്ള പ്രവർത്തന നിരതയും നമുക്ക് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي أنعمنا وأسعدنا بهداية الإسلام والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ ദീനീ വിലക്കുകൾ ജീവിതത്തിന്റെ സർവ സന്ദർഭങ്ങളിലും പാലിച്ച് ഇസ്ലാമിക ചൈതന്യം പ്രകാശിപ്പിച്ച് സന്മാർഗത്തോട് നീതി പുലർത്തി ഒരായുഷ്കാലം മുഴുക്കെ സൽക്കർമ്മരതമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള വിശുദ്ധി കൈവരിച്ച് മുന്നോട്ടു പോകുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ട സമയം എല്ലായ്പ്പോഴും ഉണ്ട്. എങ്കിലും ആനുകാലികമായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ ആവർത്തിച്ച് ആ വിഷയത്തിൽ വസിയ്യത്ത്, ഉപദേശം നൽകേണ്ടി വരികയാണ്. നമ്മളൊക്കെ വിചാരിക്കും സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ, നല്ല പ്രൊഫഷണലുള്ളവർ, നല്ല ജോലി, അതിലൂടെ തന്നെ നന്നായി വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ളവരൊക്കെ വലിയ അമാന്തവും വലിയ അന്യായവും ഒന്നും പ്രവർത്തിക്കാതെ മുന്നോട്ട് പോകും, സാമൂഹികമായ ഉത്തരവാദിത്തം നിർവഹിക്കും, തലമുറകൾക്ക് ഗൈഡ് ലൈൻ നൽകുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കുന്ന വിധത്തിലാണ് വീണ്ടും ഭൗതിക സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി തങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തോട് അങ്ങേയറ്റം വീഴ്ച വരുത്തി സമൂഹത്തിന്റെ മുമ്പിൽ വലിയ ആശങ്കകൾ ജനിപ്പിച്ചുകൊണ്ട് പല ആളുകളും മുന്നോട്ട് പോകുന്നത്. കുട്ടികൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കേണ്ട അധ്യാപകന്മാർ, ഇവിടെയും നമ്മളെ ഇറ്റാലിക് വിത്ത് ബോൾഡ് എന്ന് പറഞ്ഞ പോലെ, അണ്ടർലൈൻ വിത്ത് ഇറ്റാലിക് എന്ന് പറഞ്ഞ പോലെ വായിക്കേണ്ടത് അധ്യാപകന്മാരല്ല, അധ്യാപികമാരാണ് പിടിക്കപ്പെടുന്നത്. ആലോചിക്കണം, അധ്യാപികമാരെ MDMA കേസിൽ പിടിക്കപ്പെടുകയാണ്. ഒരു മാസം വർക്ക് ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നിശ്ചിത മാസങ്ങൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ട് അവരുടെ അക്കൗണ്ടുകളിലൂടെ 10-15 ലക്ഷങ്ങൾ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റായി മാറിയിട്ടുണ്ട് എന്ന അന്വേഷണങ്ങൾ, അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആതുര സേവന രംഗത്ത് ആരോഗ്യ വിഷയത്തിൽ കാരുണ്യബോധത്തോടെ പെരുമാറേണ്ട, നിർദ്ദേശങ്ങൾ നൽകേണ്ട ഡോക്ടർമാർ പിടിക്കപ്പെടുകയാണ്. മനുഷ്യർക്കും ഒരു സമൂഹത്തിൽ വലിയ ഒരു ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിൾ പ്രൊഫഷനാണ് അതൊക്കെ. ആ പ്രൊഫഷൻ വഹിക്കുന്ന ആളുകൾ വരെ, എല്ലാവരും എന്നല്ല, പക്ഷേ ഈ ഒരു ജീർണത എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മക്കളുടെ വിഷയത്തിൽ വലിയ കരുതൽ ഉണ്ടാകേണ്ടതുണ്ട്. എൻ്റെ ഒരു അനുഭവം നിനക്ക് ഈ അടുത്ത് 2 ആഴ്ച മുമ്പ് എൻ്റെ വീട്ടിലേക്ക് ഒരു കുടുംബം വരികയാണ്. 2 മക്കളും ഒരു ഉമ്മയാണ് വരുന്നത്. അവര് മുമ്പ് MLT കോഴ്സിന് വേണ്ടിയിട്ട് മംഗലാപുരത്ത് പഠിക്കാൻ പോയതാണ്. അവന്റെ സുഹൃത്ത് ഇവന്റെ അഡ്രസ് വാങ്ങിയതാണ്. സുഹൃത്ത് അഡ്രസ് വാങ്ങി ആ അഡ്രസ്സിലേക്ക് എന്തിനാ വാങ്ങിയതെന്ന് അറിയില്ല. ആ അഡ്രസ്സിലേക്ക് വരുത്തിച്ചത് മാരക സിന്തറ്റിക് ലഹരിയായി. അത് പിടിക്കപ്പെടുകയാണ്. രേഖകൾ, തെളിവുകൾ, തൊണ്ടികൾ കംപ്ലീറ്റ് ഈ അഡ്രസ് കൊടുത്തവന്റെ പിന്നെ അവന്റെ അഡ്രസ്സാണ്. അപ്പൊ അവർക്ക് അഡ്രസ് കംപ്ലീറ്റ് അതായതുകൊണ്ട് കേസും ഫയലും കോടതിയും പോലീസും അന്വേഷണമൊക്കെ പിന്നെ എങ്ങോട്ട് എടുക്കുമെന്ന് പറയേണ്ടതില്ല. ഇത് വരുത്തിച്ചവൻ 2-3 മാസം കൊണ്ട് കേസിലായി.
ജയിലിൽ കിടന്ന് ഒരു 3 മാസം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഏതൊരുത്തന്റെ അഡ്രസ്സാണോ വാങ്ങിയത് എങ്കിൽ അവൻ 5 വർഷവും 2 മാസവുമാണ് ജയിലിൽ കിടന്നത്. 5 വർഷവും 2 മാസവും. സ്ഥലം ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കണം, കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുനാഥന്മാരും മാതാപിതാക്കളും ഒരു നാട്ടിലെ, ഒരു സമൂഹത്തിലെ, ഒരു മഹലിലെ മുതിർന്നവരുമൊക്കെ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് മീതെ കണ്ണും കാതും ഉറപ്പിച്ചു വെച്ച് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി 24/7 എന്ന നിലക്ക് വർക്ക് ചെയ്യാൻ, ഉപദേശം നൽകാൻ, നിരീക്ഷിക്കാനും സാധ്യമല്ല. അവരവരുടെ തടിയെ, അവരവരുടെ സന്മാർഗത്തെ, അവരവരുടെ അക്കാഡമിക്കിനെ, അവരവരുടെ ആരോഗ്യത്തെ, അവരവരുടെ കുടുംബത്തെ, ഭാവിയെ അവരവർ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ്. നിരപരാധികൾ പോലും വേട്ടയാടപ്പെടുകയാണ്. അപ്പൊ ആ കുട്ടിയുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് അവൻ പറയാൻ, ഞാൻ മാനസികമാണ്, ഞാൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ഇനി അത്രത്തോളം ഒരു മോട്ടിവേഷൻ തന്നാലില്ലെങ്കിലൊക്കെ ആ കുടുംബന്റെ അടുത്ത് നേരിട്ട് വന്നതാണ്. അങ്ങനെ വന്നിട്ട് സംസാരിക്കുമ്പോൾ അവൻ തന്നെ പാകപ്പെട്ടിട്ടുണ്ട്. അവൻ പറയാണ്, എന്റെ ജയിലിൽ എന്റെ കൂടെ മറ്റൊരുത്തനുണ്ടായിരുന്നു. ആ മറ്റൊരുത്തൻ 11 വർഷമായിട്ട് ജയിലും. അവൻ ചെയ്തത് എന്താ? അവൻ ചെയ്തത് ഒരു പ്രതിപട്ടികയിൽ പെട്ട ഒരുത്തൻ ഇവന്റെ ഫോണിലേക്ക് മറ്റൊരു വിഷയത്തിന് മറ്റൊരവസരത്തിൽ വിളിച്ചതാണ്. കോൾ ലിസ്റ്റിൽ ആ പ്രതിയുടെ പേര് ഇവന്റെ ഫോണിലുണ്ട് എന്നതുകൊണ്ട് വിചാരണ തടവുകാരനായി 11 വർഷം എന്റെ കൂടെ മറ്റൊരുത്തനുണ്ടായിരുന്നു. അപ്പൊ അതാദ്യം ഞാൻ 5 വർഷമല്ലേ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളൂ, ഞാൻ നിരപരാധിയാണ്, ശേഷിക്കുന്ന ആയുസ് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു വിശ്വാസിയുടെ മാളത്തിന് 2 തവണ പാമ്പ് കടിക്കൂല എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു തവണ തന്നെ ഒന്നുമല്ലാതെ കടിച്ചാൽ തന്നെ പുതിയ കാലത്ത് എത്രമേൽ കണ്ണീർ കടലുകളായി മാറും നമ്മുടെയൊക്കെ കുടുംബവും, നമ്മുടെ മക്കളുടെ ഭാവിയും, നമ്മുടെയൊക്കെ ജീവിതവും എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് കാലം കൂടുതൽ കലുഷിതമാകുമ്പോൾ, പല രൂപത്തിൽ അത് ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ, പല ആളുകളും ഇരുട്ടിന്റെ ശക്തികളായി സമ്പത്ത് വരുതിയിൽ വരുത്താൻ വേണ്ടി അന്യായമായ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും പ്രായത്തിന്റെ അപക്വത കൊണ്ട് ചെന്നപ്പെടാൻ പാടില്ല. വാപ്പ തരുന്നില്ല, ഉമ്മ തരുന്നില്ല, ജ്യേഷ്ഠനോട് ചോദിക്കണ്ട, അതേപോലെ താത്താനോട് ചോദിക്കണ്ട. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു 10 ഗ്രാം ഇന്ന സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ 5000-6000 രൂപ ഒരു ഗ്രാമിന് ഒരു MDMAക്ക് വിലയുണ്ട് എങ്കിൽ അതിന്റെ 10-1 കമ്മീഷനുകൾ 500-1000 ഒരു ഗ്രാം ഇന്ന സ്ഥലത്ത് എത്തിച്ചാൽ കിട്ടുമെന്ന ഓഫറൊക്കെ വരുമ്പോ കരുതിക്കൊള്ളണം നമ്മൾ. അതുകൊണ്ട് നിങ്ങൾ പടച്ച റബ്ബിന്റെ വിധേയപ്പെട്ട ആളുകളുടെ കൂടെ, അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ കൂടെ സഹവസിക്കുകയും അവർ നിങ്ങളുടെ സംഘവലയത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. മനുഷ്യ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് പടച്ച റബ്ബിലേക്ക് വീണ്ടും വീണ്ടും നമ്മെ തിരിച്ചു വിളിക്കാനുള്ള സൗകര്യം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മക്കളുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ അധർമ്മങ്ങളെ തൊട്ടും അന്യായങ്ങളെ തൊട്ടും അനാശാസ, ആഭാസ, ലഹരി അടക്കമുള്ള വലിയ തിന്മകളിൽ നിന്നെല്ലാം സംരക്ഷിതരായി തീരുന്നവരിൽ അല്ലാഹു നമ്മെയും മക്കളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സദാചാരത്തിന്റെയും ധർമ്മത്തിന്റെയും നന്മയുടെയും കൂടെ മരിക്കുമ്പോഴും സഞ്ചരിക്കുവാനുള്ള ഹിദായത്ത് അല്ലാഹു നമുക്ക് ഏവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. ജീവനും ജീവിതവും ഒക്കെ നശിപ്പിക്കുന്ന സർവ്വ തിന്മകളിൽ നിന്ന് പാടെ മാറി നിൽക്കുവാനും തസ്ബീഹത്തോടെ, തർബിയത്തോടെ അല്ലാഹു അനുഗ്രഹമായി നൽകിയ ആരോഗ്യത്തെയും ആയുസ്സിനെയും ആത്മീയതയെയും ഹിദായത്തിനെയും ഉപയോഗപ്പെടുത്തുവാൻ ഉത്ബുദ്ധത കാണിക്കുന്നവരെ അല്ലാഹു നമ്മെയും മക്കളെയും ഇണകളെയും കുടുംബത്തെയും സമൂഹത്തെയും വിശ്വാസികളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഹലാലായ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും സഫലമാക്കി തരുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അപാകതകൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗികളായ ആളുകൾ, വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഒരു സഹോദരൻ ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. എന്റെ നാട്ടിൽ എന്റെ സഹപ്രവർത്തകൻ, ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ മകള് മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഫസ്റ്റ് സ്റ്റേജ് വിജയകരമാണ്. ഉമ്മയാണ് മജ്ജ നൽകിയത്. ആ കുഞ്ഞ് സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിയ മാറാ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم انصر المظلومين في جميع أنحاء العالم
اللهم إنا نسألك النجاة والفوز في الدنيا والآخرة. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وآخر دعوانا أن الحمد لله رب العالمين.